കുനമാവിന്റെ വികസനത്തിന് ഉയരപാത ആവശ്യമെന്ന് സമരസമിതി. 440 ദിവസമായി തുടരുന്ന സത്യാഗ്രഹവേദി ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ സന്ദർശിക്കുമെന്നും സമരസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂനമാവിൽ ഉയരപാത വേണമെന്ന ആവശ്യവുമായി ദേശീയപാത 66 കൂനമാവ് സമരസമിതി 440 ദിവസമായി തുടരുന്ന സത്യാഗ്രഹ സമരവേദി ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ സന്ദർശിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർവീസ് റോഡ് വീതി കുറവും അടിപ്പാതയുടെ പില്ലർ മാറിപ്പോയതും ഗൌരവമേറിയ ക്രമക്കേടാണെന്നും സമരസമിതി ചൂണ്ടിക്കാട്ടി. ഒട്ടേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശത്ത് ദീർഘദൂര ബസ് സ്റ്റോപ്പിന് ആവശ്യമായ ഭൂമി ഉണ്ടായിട്ടും പരിഗണിച്ചില്ല എന്നും അവർ പറഞ്ഞു. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരി, സെക്രട്ടറി ടോമി ചന്ദ്രപ്പറമ്പിൽ, ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ, MO ആൻഡപ്പൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഭയങ്കരമായിട്ടുള്ള, അതായത് ഈ ഒരു നാഷണൽ ഹൈവേ പണിയുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളോ അതുമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പരിശോധിക്കപ്പെടുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളറിയാം, നമ്മൾ 45 മീറ്റർ സ്ഥലം വിട്ടുകൊടുത്തിട്ട് ഇവിടെ കാണിച്ചു വെച്ചേക്കണം. ഇതാണ് കൂനമാവ് ജംഗ്ഷനിലെ ഇപ്പോഴത്തെ അടിപ്പാത. ഈ അടിപ്പാത ഇന്ന് രാവിലെ ചെന്നളക്കുമ്പോൾ നമ്മളിത് കഴിഞ്ഞ 1.5 വർഷം 2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് തെറ്റിച്ചാണ് പറഞ്ഞേക്കണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. രാവിലെ ചെന്ന് പരിശോധിക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ അതായത് പടിഞ്ഞാറ് സൈഡ് ഈ അടിപ്പാത 28 മീറ്ററിലെ ഉയരപ്പാത അവിടെ മാത്രം അടിപ്പാതയായിട്ട് പോകുന്ന സ്ഥലത്ത് പടിഞ്ഞാറ് സ്ഥലത്തുള്ളത് 12-15 എല്ലാവരും പ്രിയപ്പെട്ട പത്ര സ്നേഹിതർ ശ്രദ്ധിക്കണം, 12-15. കിഴക്ക് സൈഡ് നോക്കുക, 15-30. 3 മീറ്ററും 15 സെന്റിമീറ്ററും കിഴക്ക് സൈഡിൽ കൂടുതൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു നാഷണൽ ഹൈവേ ഇവിടെ പോകുന്നത്. അപ്പൊ ഞങ്ങൾ ആദ്യം സമരം ചെയ്ത അന്ന് തുടങ്ങി തന്നെ ഞങ്ങൾ പറയുന്നത് സർവീസ് റോഡിന് വീതിയില്ല, ഇവിടെ ഒരു വലിയ വാഹനം തിരിയില്ല എന്ന് ഞങ്ങൾ അന്ന് തുടങ്ങി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാഹചര്യം ഇന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. 1.5 മീറ്റർ കിഴക്കോട്ട് മാറ്റിവെച്ചാലേ ഈ 45 മീറ്ററിന്റെ സെൻട്രൽ ഇത് വരുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് സർവീസ് റോഡിന് സർക്കാർ തന്നെ NHA തന്നെ പറഞ്ഞിട്ടുള്ള 7 മീറ്റർ 7.5 മീറ്റർ വീതി അവിടെ ഉണ്ടാവുകയില്ല. 5.7 മീറ്റർ വീതി മാത്രമാണ് ഇപ്പോ സർവീസ് റോഡിന് അവിടെ വീതി ലഭിക്കുന്നത്. അപ്പൊ അതെങ്ങനെ നമ്മുടെ ഫുട്പാത്ത് അടക്കമാണ് 5.7 ലഭിക്കുന്നത്. നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാം. നമ്മളെ നിലവിലുള്ള റോഡ് 8 മീറ്റർ 8.5 മീറ്റർ 9 മീറ്ററിൽ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഒരു വികസനം വന്നപ്പോ ആ പ്രാദേശിക ജനങ്ങൾക്ക്, പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും നടന്നു പോകാൻ പോലും സംവിധാനമില്ലാത്ത സാഹചര്യമാണ് NHA ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്ന് കുറ്റിയടിച്ച് അങ്ങോട്ട് അളന്നെടുത്തു. ഇവിടെ മടത്തിന്ന് ഞങ്ങൾ സ്ഥലം മേടിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ഭയങ്കര കഞ്ചഷനായി പോയെന്നും തെറ്റിപ്പോയെന്നും അവർക്കറിയാം. ഇവിടെ 150 മീറ്ററിൻ്റെ ഒരു ഓർഡർ ആൾറെഡി പാസ്സായിരിക്കുകയാണ്. മോർത്തിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡർ പാസ്സായിട്ടും 150 മീറ്ററിൻ്റെ ഓർഡർ പാസ്സായിട്ട് അത് അടുത്ത പ്രൊജക്റ്റിലേക്കെന്ന് പറയുമ്പോൾ 4ാമത്തെ ഖണ്ഡിക വായിച്ചാൽ അറിയാം ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റിലും ഇത് ബാധകമാണെന്ന് എഴുതി വച്ചേക്കും. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാശില്ല എന്ന് പറയും. ഇത് മുടന്ത ന്യായങ്ങളാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. പൗരാവകാശത്തിൻ്റെ ധ്വംസനമാണ് ഇവിടെ നടക്കുന്നത്. നമ്മുടെ നാടിനെ ഭയങ്കര സ്ട്രിഞ്ചൻസിയിലാക്കുന്ന ഈ വിഷയത്തിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇടപെടണം. സത്യത്തിൽ ഈ പത്രങ്ങളാണ് ആ സമരം നയിച്ചുകൊണ്ട് പോകുന്നതിന് സംസ്ഥാന സമിതിക്ക് വരെ ശക്തിയായിട്ട് നിന്നത്. ഇവിടെ നിന്നാണ് ഈ സമരം തുടങ്ങിയത്. വരാപ്പുഴയിലെ ഈ പത്രപ്രവർത്തകർ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എഴുതിയത് മൂലമാണിത് കേരളം ഒട്ടുക്ക് കത്തിയത്. ഞാനത് എടുത്തു പറയണം. ഇവിടെ നിന്നാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം ചേരാലൂരായിരുന്നെങ്കിലും അതിൻ്റെ ആക്സിലറേഷൻ ഉണ്ടായത് കൂനമാവിലെ മാർക്കറ്റിൻ്റെ അവിടെ നടന്ന സമരത്തിൽ നിന്നാണ്. അപ്പം അതിനൊരു സമരത്തിനൊരു ദിശാബോധം നൽകി ന്യായീകരണം വ്യക്തമായി നൽകിക്കൊണ്ട് 30 മീറ്ററിൽ തന്നെ നിർമ്മിക്കണമെന്ന് പറഞ്ഞത് ഈ കൂനമാവിലെ ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകരാണ്. അതിന്ന് യാഥാർത്ഥ്യമായി. അരൂര് തുറവൂര് നമുക്കറിയാം. 30 മീറ്ററിൽ നമ്മളത് മാതൃകയാക്കണം. 30 മീറ്ററിൽ 10 വരി പാതയാണ് അവിടെ. മുകളിൽ 6 വരിയും അടിയിൽ 4 വരിയും പാതയാണ്. 12 മീറ്റർ വരെ സർവീസ് റോഡുണ്ട്. 2 ലോറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും ഒരു സർവീസ് റോഡിൽ കൂടി. ആ 13.5 കിലോമീറ്റർ അത് നിർമ്മിച്ചത് അവിടുള്ള ജനപ്രതിനിധികളുടെ ആർജവം കൊണ്ടാണ്. സത്യത്തിൽ അത് ഉണ്ടാകേണ്ടത് നമുക്കെല്ലാം അറിയാം. 2ാം കുടിയൊഴിപ്പിക്കൽ നടന്ന പ്രളയം ഇത്രയേറെ ബാധിച്ച
ഈ എറണാകുളം ജില്ലയുടെ മൂത്തൊന്നും പോലെ എടപ്പള്ളി വരെയുള്ള ഭാഗത്താണ് അതുപോലത്തെ പാത ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്നൊരു കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെ തിരിച്ചു പറയേണ്ടി വരില്ലായിരുന്നു. അതിനുവേണ്ടി നിരന്തരം അന്നത്തെ നേതാക്കളായിരുന്ന ഹാഷിം ചേന്നാമ്പള്ളി ഉൾപ്പെടെ നിരന്തരം വിളിച്ചു പറഞ്ഞതാണ് ഇത് ഈ നാടിന് ദോഷമാണെന്നും ഇവിടെ നിർമ്മിക്കേണ്ടത് ഉയരപ്പാതയാണെന്നും പറഞ്ഞ് ഹൈക്കോടതിയിൽ നിങ്ങൾക്കറിയാലോ ഒരു കേസ് കിടക്കുന്നുണ്ട്. ആ കേസിന്റെ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിട്ട് 2.5 കൊല്ലത്തിലധികമായി, 2-3 കൊല്ലം. ഇന്നും അത് വിധി പറഞ്ഞിട്ടില്ല. കാരണം വിധി പറഞ്ഞാൽ ഈ അധികാരി വർഗത്തിനെതിരെയുള്ള ഭയങ്കര തിരിച്ചടിയായി പോകും. മനഃപൂർവ്വം വിധി പറയാതെ ആ കേസ് മാറ്റിവെച്ചേക്കാണ്. ആ കേസ് വിധി പറയുന്നതിന് മുമ്പ് ജഡ്ജി ഒരു കമന്റ് നടത്തിയിരുന്നു. കാരണം ഈ ദേശീയപാത അധികാരികളോട് ജഡ്ജി പറഞ്ഞത് ഈ ഇരകൾ നിസാരക്കാരല്ല, ഇവര് കൊണ്ടുവന്നിട്ടുള്ള പോയിന്റുകൾ അടിസ്ഥാനപരമായി ശാസ്ത്രീയമായ പഠനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്.